ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മളിന്ന് ചായ ഒന്നും ഉണ്ടാക്കണില്ല, ചായക്ക് പകരത്താ നമ്മൾ ഒരു ഷെയ്ക്കാണ് കേട്ടോ അടിച്ചെടുക്കണത്. അതും വെറൈറ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്കാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് അടിച്ച് നോക്കുക കേട്ടോ. നമ്മളിവിടെ ചക്കര കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഷെയ്ക്ക് അടിക്കണത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ചക്കര കിഴങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ടാണ് വേവിക്കണത്. നമ്മൾ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഷെയ്ക്കാണല്ലോ അടിച്ചെടുക്കണത്. അപ്പോൾ അതങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടതാണ് കേട്ടോ. 2-3 വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ മധുരത്തിനായിട്ട് കുറച്ച് ഈത്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈത്തപ്പഴത്തിൻ്റെ കുരെല്ലാം കളഞ്ഞിട്ട് ഒന്നങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇടയിൽ മധുരം നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനും ഞാനൊക്കെ ഓരോന്നിടത്ത് കഴിക്കണമുണ്ട് കേട്ടോ, കുരു കളയുന്ന ഇടയിലായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക, ചക്കര കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തുണ്ട്. നമ്മളവിടെ ചക്കര കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുക. ഇതൊരു ചുവപ്പ് കളർ ചക്കര കിഴങ്ങാണ് കേട്ടോ. 2 കളറുണ്ടല്ലോ, വെള്ള കളറും ഉണ്ട്, ചുവപ്പ് കളറും ഉണ്ട്. പക്ഷേ ഈ ചുവപ്പ് കളർ ചക്കര കിഴങ്ങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചക്കര കിഴങ്ങ് എല്ലാം ഒന്ന് തോല് കളഞ്ഞെടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ചൂടൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്നൊന്നും ചൂടാറി കിട്ടില്ലല്ലോ. അപ്പോൾ ഒരിത്തിരി ചൂടൊക്കെ ഉണ്ട് നമ്മൾ തോല് കളഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിനായിട്ട് ഇതാ നമ്മൾ കുരെല്ലാം കളഞ്ഞ് വെച്ചിട്ടുള്ള ഈത്തപ്പഴം അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാറ്റി വെച്ചില്ല, അതെല്ലാം കൂടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് പാൽ നമ്മൾ കട്ടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കട്ടപ്പാൽ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന പാലെടുത്തിട്ട് ഞാൻ കുറച്ച് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കട്ടായി വരുന്നേ ഉള്ളൂ, എന്നാലും ആയ കട്ടകളൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പാലും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പുഴുങ്ങിയത് കഴിക്കാനും നല്ലതാണല്ലോ, അതാണ് ഹെൽത്തി. ഇത് നമ്മൾ എന്താണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഈത്തപ്പഴവും പിന്നെ പാലും ഒക്കെ ഒന്ന് കൂട്ടി അടിക്കണമെന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പഴം വെച്ചിട്ടൊക്കെ അടിക്കില്ലേ, അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ഷെയ്ക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഗ്ലാസ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പൊതുവേ ഈ പാലായിട്ട് അടിച്ചതൊന്നും വലിയ ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ. ഈ പാലിൻ്റെ ഒരു ചമർപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കതിനോട് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. എന്നാലും ഇത് ഞാൻ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴം വെച്ചിട്ടും ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അടിക്കുമ്പോൾ അത് അത്ര അങ്ങോട്ട് അതിൻ്റെ ഒരു കുത്തെടുക്കില്ല. അപ്പോൾ ഞാനത് അങ്ങനെ അടിച്ചാലൊക്കെ ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. നമ്മൾ നോമ്പിനൊക്കെ അടിക്കുമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ക്ലാസ്സിലൊക്കെ ഒന്ന് സെറ്റാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ പകുതിയൊക്കെ അതും വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഡെക്കറേഷൻ ചെയ്താണ്. അപ്പോൾ അതാ നമ്മളൊരു സ്പൂണൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കാക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടാണ്. കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. കുറച്ച് മധുരം ഉണ്ടായാൽ മതി, ഭയങ്കര ഇഷ്ടമാണ്. മധുരപ്രിയനാണ്, മധുരമുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെയ്യാനത് ഉമ്മാനെ തപ്പി പോവുകയാണ് കേട്ടോ. അമ്മ എവിടെയെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഉമ്മാക്ക് അവിടെ കൊണ്ടുകൊടുത്തിട്ട് വരുന്നുണ്ട്. റിസാന് വൈകുന്നേരമാണ് മദ്രസ, അപ്പോൾ റിസാൻ മദ്രസയിൽ പോയി എടുക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഷെയ്ക്കെല്ലാം കുടിക്കുകയാണ് കേട്ടോ. ഉമ്മാക്കുള്ളത് അങ്ങോട്ട് കൊണ്ടുകൊടുത്തിട്ടുണ്ട്, ഉമ്മ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്, നമ്മളിവിടെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് കുടിക്കണത്. അത് കുറച്ച് കട്ടിക്കാണ് കേട്ടോ നമ്മൾ എടുത്തുള്ളത്. ഞാൻ ലൂസ് ആക്കാണ്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുമല്ലോ. നമ്മൾ ക്ലാസ്സിൽ ചിലപ്പോൾ 2-3 ഗ്ലാസ്സൊക്കെ ഒരാൾക്ക് കുടിക്കാനുണ്ടാവും. ഇപ്പോൾ തന്നെ ഈ 2 ഗ്ലാസ് എല്ലാവരും കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ആവുമ്പോൾ ബാക്കിയാവുമെന്ന് വെച്ചിട്ട് ഞാൻ ലൂസാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇതാ റിസാന് മദ്രസ ഇട്ട് വന്നിട്ട് പൊതുപരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അവനക്കാണെങ്കിൽ ഇന്നലെ മുതൽ കുറച്ച് പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ നമ്മൾ ഷെയ്ക്കെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡോക്ടറെ അടുത്ത് പോവാണ് കേട്ടോ. ചെറുതായിട്ടുള്ള, പക്ഷെ ഞാൻ പരീക്ഷ ആയതുകൊണ്ട് ഇനിയിപ്പോൾ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് പോവുകയും ചെയ്ത് ഉണ്ടെങ്കിൽ കൊണ്ടുപോയിരുന്നു കേട്ടോ അവനെ. അപ്പോൾ ഞാനും സയാനും കൂടിയിട്ടാണ് പോയത്. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോയി. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിവാക്കി പോന്നിട്ടാ. ആഴ്ചയിലാണ് കേട്ടോ വരിക. ആഴ്ചയിൽ വന്നിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം ഇവിടെ ഉണ്ടാവും, ബാക്കിയുള്ള ദിവസമൊക്കെ കോയമ്പത്തൂരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചില വീഡിയോസിലൊക്കെ ചിലപ്പോൾ വന്നെന്ന് പറയുന്നുണ്ടാവും, ചിലയിൽ പോയി എന്ന് പറയുന്നുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. ആഴ്ചയിൽ വരികയും ചെയ്യും, 2 ദിവസം നിന്നിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മൾ ഡോക്ടറെല്ലാം കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ആട്ടപ്പൊടിയായിട്ട് നമ്മൾ സ്പ്രിംഗ് ഒനിയനൊക്കെ വെച്ചിട്ട് ഒരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കിയെടുത്തത്. നമുക്കിത് വെറുതെ കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ പൊടി കുഴക്കണയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആട്ടപ്പൊടി ഇട്ടാണ് കേട്ടോ ചെയ്തെടുത്തത്. എന്നിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ കുറച്ച് കട്ടിക്ക് അങ്ങോട്ട് പരത്തിയിട്ട് ഇതുപോലെ എണ്ണ തേച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ വെറുതെ അങ്ങനെ കഴിക്കാനായിട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗൊക്കെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.